ഏപ്രിൽ 1-ന് ഡാമസ്കയിലെ കോൺസുലേറ്റിലുണ്ടായ ആക്രമണത്തിൽ 7 റവല്യൂഷണറി ഗാർഡുകൾ ഉൾപ്പെടെ 2 കമാൻഡർമാരും 6 സിറിയൻ സിവിലിയൻ ഗാർഡ്സും കൊല്ലപ്പെട്ട സംഭവം ഇറാൻ-ഇസ്രായേൽ പോരാട്ടത്തിലേക്ക് വഴിവച്ചിരിക്കുകയാണ്. ഇതിന് പ്രതികാരമായാണ് ഞായറാഴ്ച ഇറാൻ ഇസ്രായേൽ പ്രദേശത്തേക്ക് നേരിട്ട് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നതനുസരിച്ച് ഞായറാഴ്ച പുലർച്ചെ ഇറാൻ 200-ലധികം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിൽ വിക്ഷേപിച്ചിരുന്നു. ഭൂരിഭാഗം മിസൈലുകളും ഡ്രോണുകളും സൈന്യം തടഞ്ഞുവെന്നും അതേസമയം ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും മാത്രമേ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നുള്ളൂ. പിന്നാലെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്ക രംഗത്തെത്തി. രാജ്യം ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുകയും ഇറാനിൽ നിന്നുള്ള ഭീഷണികൾക്കെതിരെയുള്ള അവരുടെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് ആക്രമണത്തിന് മറുപടിയായി US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. ഇരുചേരിയായി മാറി യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയായിരുന്നു ലോകരാജ്യങ്ങൾ ഉയർത്തിയതും. അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണം അവസാനിപ്പിച്ചതായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വ്യക്തമാക്കി രംഗത്തെത്തി. ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞെന്നും ഇക്കാര്യത്തിൽ ഇറാൻ സൈന്യത്തെ പ്രശംസിക്കുന്നുവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങളായിരുന്നു. ദേശീയ സുരക്ഷയ്ക്ക് സമാധാനവും സ്ഥിരതയും മേഖലയിൽ അത്യന്താപേക്ഷികമാണ്. സ്ഥിരതയും സമാധാനവും പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാ ശ്രമവും നടത്താൻ മടിക്കില്ലെന്നും റൈസി പറഞ്ഞിരുന്നു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ നേരത്തെ ഇറാൻ രംഗത്തെത്തിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള യുദ്ധരംഗത്തേക്ക് ഇറാനും കൂടി കടന്നെത്തിയാൽ സ്ഥിതിഗതികൾ മുഴുവൻ മാറുമെന്ന് ഉറപ്പാണ്. പ്രദേശത്തുണ്ടാകുന്ന ഓരോ സൈനിക നടപടിയും വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ കരുതുന്നത്. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇറാന്റെ സാന്നിധ്യം ഒരുപക്ഷെ ലോകത്തിനെ ഒരു യുദ്ധത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ കരുതുന്നത്. ഈ സാഹചര്യത്തിൽ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. ഇസ്രായേലിനും ഇറാനും ഇടയിൽ ആർക്കാണ് കൂടുതൽ സൈനിക ശക്തിയുള്ളത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇറാനിലെ ജനസംഖ്യ 8,67,00,000 അതേസമയം ഇസ്രായേലിലെ ജനസംഖ്യ 89,14,000 പേരും. അടിയന്തരമായി ഒരു സൈനിക ഇടപെടൽ ആവശ്യമായി വന്നാൽ ഇറാന് 4 കോടിയിലധികം പേരെ ഉടനടി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയും. അതേസമയം ഇസ്രായേലിന് 31 ലക്ഷം പേരെ മാത്രമേ റിക്രൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആയുധശക്തി എന്നതിലുപരി മനുഷ്യശക്തിയെക്കുറിച്ചാണ് ചോദ്യങ്ങൾ ഉയരുന്നതെങ്കിൽ ഇസ്രായേലിനെക്കാളും വളരെയധികം മുന്നിലാണ് ഇറാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ സൈന്യത്തിൽ 5,75,000 സജീവ സൈനികരാണുള്ളത്. അതേസമയം ഇസ്രായേലിൽ 1,73,000 സൈനികരും. 4 ലക്ഷത്തിലധികം വ്യത്യാസം. റിസർവ് സേനയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലാണ് മുന്നിലുള്ളത്. 4,65,000 പേരുടെ റിസർവ് ഫോഴ്സാണ് ഇസ്രായേലിനുള്ളതെങ്കിൽ ഇറാന് 3,50,000 റിസർവ് സൈനികർ മാത്രമാണുള്ളത്. എന്നാൽ ഇറാനിൽ 90,000 പാരാമിലിറ്ററി സൈനികരുണ്ട്. ഇസ്രായേലിന് 8,000 മാത്രമാണ് പാരാമിലിറ്ററി ഫോഴ്സ് ഉള്ളത്. ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ബജറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ രാജ്യത്തിൻ്റെ സൈനിക ശക്തി കണക്കാക്കാൻ കഴിയുന്നത്. അതേസമയം ഇവിടെ പ്രതിരോധ ബജറ്റിൻ്റെ കാര്യത്തിൽ മുന്നിൽ ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ ബജറ്റ് ഇറാൻ്റെ ബജറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. ഇറാൻ്റെ മുൻ പ്രതിരോധ ബജറ്റ് $585 കോടി ആയിരുന്നു. എന്നാൽ അതേസമയം ഇസ്രായേലിൻ്റേത് $2,430 കോടി. ഇരു രാജ്യത്തിൻ്റെയും ആകാശത്തിലെ സൈനിക ശക്തിയെക്കുറിച്ച് വിലയിരുത്തലിൽ മുന്നിൽ നിൽക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന് 600-ലധികം വിമാനങ്ങളുണ്ട്. അതേസമയം ഇറാന് 541 വിമാനങ്ങൾ മാത്രമാണുള്ളത്. 241 യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനുള്ളപ്പോൾ ഇറാൻ്റെ പക്കലുള്ളത് 196 യുദ്ധവിമാനങ്ങൾ മാത്രമാണ്. വ്യോമാക്രമണം നടത്താൻ വേണ്ടി മാത്രം 32 യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനുണ്ട്. അതേ ആവശ്യത്തിന് ഇറാൻ്റെ കൈവശമുള്ളത് 23 എണ്ണമാണ്. യാത്രാ വിമാനങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇറാനാണ്. 86 യാത്രാ വിമാനങ്ങൾ ഇറാനുണ്ട്. ഇസ്രായേലിന് 15 യാത്രാ വിമാനങ്ങൾ മാത്രമാണുള്ളത്. 183 പരിശീലന യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുള്ളപ്പോൾ ഇറാനുള്ളത് 94 എണ്ണം മാത്രം. പ്രത്യേക ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ഇസ്രായേലിന് 23 വിമാനങ്ങളുണ്ട്. അതേ ആവശ്യത്തിന് ഇറാൻ്റെ പക്കലുള്ളത് 9 വിമാനങ്ങൾ മാത്രമാണ്. ഇസ്രായേലിനും ഇറാനും 126 വീതം ഹെലികോപ്റ്ററുകളുണ്ട്. ഹെലികോപ്റ്റർ എണ്ണത്തിൽ ഇരു രാജ്യങ്ങളും തുല്യത പാലിക്കുകയാണെങ്കിലും മുൻതൂക്കം ഇസ്രായേലിനാണ്. കാരണം 48 ആക്രമണ ഹെലികോപ്റ്ററുകളാണ് ഇസ്രായേലിന് സ്വന്തമായുള്ളത്. ഇറാൻ്റെ പക്കലുള്ളത് 12 എണ്ണം മാത്രം. അതേസമയം 471 ടാങ്കുകൾ ഇറാനുള്ളപ്പോൾ ഇസ്രായേലിന് 2,200 ടാങ്കുകളാണുള്ളത്. 69,685 കവചിത വാഹനങ്ങൾ ഇറാനുള്ളപ്പോൾ ഇസ്രായേലിന് 56,290 കവചിത വാഹനങ്ങളുണ്ട്. സ്വയം ഓടിക്കുന്ന പീരങ്കികളുടെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ. 680 സ്വയം ഓടിക്കുന്ന പീരങ്കികളാണ് ഇസ്രായേലിനുള്ളത്. അതേസമയം 580 പീരങ്കികൾ മാത്രമാണ് ഇറാന് സ്വന്തമായുള്ളത്. കെട്ടിവലിക്കുന്ന പീരങ്കികൾ 250 എണ്ണം ഇറാനുണ്ട്. ഇസ്രായേലിന് അത് 300 മാത്രമാണ്. 185 മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടറുകൾ ഇറാനുള്ളപ്പോൾ ഇസ്രായേലിന് 300 മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടറുകളാണുള്ളത്. നാവിക ശക്തിയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളെയും താരതമ്യപ്പെടുത്തുമ്പോൾ മുൻതൂക്കം ഇറാനാണ്. ഇറാന് 101 കപ്പലുകളാണുള്ളത്. ഇസ്രായേലിന് 67 കപ്പലുകളും. 2 രാജ്യങ്ങൾക്കും വിമാനവാഹിനി കപ്പലുകളില്ല. ഇറാന്റെ കൈവശം 19 അന്തർവാഹിനികളുണ്ട്.
ഇസ്രായേലിന് 5 അന്തർവാഹിനികൾ മാത്രമാണ് സ്വന്തമായുള്ളത്. 7 യുദ്ധക്കപ്പലുകൾ ഇറാനുള്ളപ്പോൾ ഇസ്രായേലിന് യുദ്ധക്കപ്പലുകളൊന്നുമില്ല. അതേസമയം ഇറാന് 3ഉം ഇസ്രായേലിന് 7ഉം കോർവെറ്റ് യുദ്ധക്കപ്പലുകൾ അഥവാ ചെറിയ യുദ്ധക്കപ്പലുകളുണ്ട്. ഇസ്രായേലിന് 45 പട്രോൾ ബോട്ടുകളുണ്ട്. ഇറാന്റെ കൈവശം പട്രോൾ ബോട്ടുകൾ 21 എണ്ണമാണുള്ളത്. ഇറാന് ആയുധങ്ങളുടെ കൂട്ടത്തിൽ മൈനുകളുണ്ട്, എന്നാൽ ഇസ്രായേലിന് അതില്ല. ഇറാനിൽ 2,23,000 കിലോമീറ്ററിലധികം റോഡുകളുണ്ട്. അതേസമയം ഇസ്രായേലിന് 19,555 കിലോമീറ്റർ നീളമുള്ള റോഡുകൾ മാത്രമാണുള്ളത്. വിസ്തൃതിയുടെ കാര്യത്തിൽ ഇറാനേക്കാൾ വളരെ ചെറുതാണ് ഇസ്രായേൽ. 16,48,000 ചതുരശ്ര കിലോമീറ്റർ ഇറാൻ വ്യാപിച്ചു കിടക്കുന്നു. ഇസ്രായേൽ 20,770 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണുള്ളത്. വിവിധ രാജ്യങ്ങളുമായി ഇസ്രായേൽ അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ളതാണ് അവരുടെ മേന്മ. 273 കിലോമീറ്റർ തീരപ്രദേശം ഇസ്രായേലിനുണ്ട്. അതേസമയം ഇറാന് 2,440 കിലോമീറ്റർ തീരപ്രദേശമാണുള്ളത്.